ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഈ പൊല കത്തുമ്പോ തന്നെ വാഴവട്ട എന്ന് പറഞ്ഞ കേസില്ലേ, അങ്ങനെ ആ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മല്ലു ഫാമിലി. അപ്പൊ മല്ലു ഫാമിലി ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അവര് കാണുന്നുണ്ട് ഒരു പ്രശ്നം കണ്ട, അതായത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് നടക്കുന്ന ഭയങ്കര വിവാദമായിട്ട് ഇപ്പൊ നടക്കുന്ന ആ അടിയും കുത്തും അങ്ങനത്തെ ആ പരിപാടിയൊക്കെ നടക്കുന്ന ആ ഒരു കേസിനകത്തേക്ക് അങ്ങനെ, അതായത് മല്ലു ഫാമിലി, അതായത് വഴിയെ പോകുന്ന മല്ലു ഫാമിലി അതിനകത്തേക്ക് ഇറങ്ങി ഇടപെടാൻ പോണേണ്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞ കാര്യം. അവർക്ക് റീച്ചൊക്കെ കുറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി, സാധാരണ അവരാണ് വിവാദങ്ങൾ ഉണ്ടാക്കാറ്, ഇപ്പൊ വേറൊരു വിവാദം നടക്കണേണ്. അപ്പൊ അതിന്റെ ഇടയിലൊന്ന് കയറിയിട്ട് കുറച്ചങ്ങ് റീച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇറങ്ങിയേക്കണാണ് അപ്പൊ മല്ലു ഫാമിലി. അപ്പൊ നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും പാട് കണ്ടോ ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ്, ഞാൻ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഇത് പൊന്നൂസ് കടിച്ചാണ് പൊന്നൂസ് കടിച്ചതാണെന്ന്. അവക്ക് തന്നെ മരുമനി അതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം നിനക്ക് തന്നെ ഉറപ്പില്ല നിന്റെ മേത്ത് ആരാ കടിച്ചതെന്ന്. എന്താ വഴിയെ പോണ പട്ടികളൊക്കെ എന്താന്ന് കടിച്ചിട്ട് പോകും നിന്റെ മേത്ത് വന്ന്. നിനക്ക് അറിഞ്ഞൂടെ നിന്റെ മേത്ത് എന്താണ് പറ്റിയതെന്ന്? നിനക്ക് അറിഞ്ഞൂടാ. അവൻ അങ്ങനെ ഒരുത്തനാണെന്ന് തോന്നുന്നു ഇവന്. അപ്പൊ അവിടെ അത്രയും വലിയ വിഷയങ്ങളൊക്കെ നടന്നിട്ടിരിക്കണേണ് അപ്പുറത്ത്. മറ്റേ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ ഇപ്പൊ അവരുടെ മേത്ത് ഉള്ള പരിക്കുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അതിനൊരുമാതിരി ട്രോളുന്ന പോലെയാണെന്നാണ് ഇവൻ കാണിച്ചത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ, ബാക്കി ഉണ്ടോ? അല്ല ഇത് അതല്ല, ഇത് പാടാണ്. ഇത് പാട് കണ്ടോ, പാട്. ഇത് എന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാടാണ്, മീൻസ് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് ചെറുപ്പത്തിലേ ഉള്ള പാടാണ് ഗൈസ്. അപ്പൊ പൊന്നൂസിന് എന്തായാലും ഒരു ചെറുപ്പത്തിലുള്ള പാട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും ഒരു അടുത്ത വിവാദം ഉണ്ടാക്കാൻ പോകുന്നത്. ആ പാട് കണ്ടിട്ട് അവൾ ഇറങ്ങിപ്പോയി ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ വരും. എന്നിട്ട് പറയും ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, ഈ പാട് കണ്ടിട്ട് അവൾക്ക് എന്നെ സംശയമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് പിന്നെ അതും നമ്മൾ തന്നെ കാണണം. അപ്പൊ ബാക്കിയാണ് എന്ത് കല്യാണം കഴിഞ്ഞോണ്ട് ഭാഗ്യം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചാൽ അത് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ, അത് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോഴുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഈ സംഗതി ഉണ്ട്. അതെ അവൻ ജനിക്കുമ്പോഴേ ഉള്ള പാടാണ്. കാര്യം ജനിച്ചപ്പോഴത്തേക്കും മറ്റേ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തല്ല നേഴ്സ്. അപ്പൊ നേഴ്സിന്റെ കയ്യിലെ കത്തി അറിയാണ്ട് ഇങ്ങനെ ഇവിടെ ഒന്നും കൊണ്ട പാടാണത്. അപ്പൊ ആരും വേറെ ഒന്നും അതിന് തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുതട്ടാ. ഒരു നേഴ്സിന്റെ കത്തി കൊണ്ട പാടാണ്. അപ്പൊ നിങ്ങൾ വേറെ ആരും വേറെ ഒന്നും ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. പാവം നമ്മുടെ പൊന്നൂസിനെ ഒന്നും ഇതിനകത്തേക്ക് വലിച്ചെറിക്കല്ലേ. മനസ്സാ വാച കർണാടക പൊന്നൂസ് അറിഞ്ഞുള്ള ഈ കാര്യം. ഇത് കണ്ടോ, ഇത് ഞാൻ പണ്ട് കടലിൽ പോണപ്പോ സ്രാവിന്റെ വാരി എത്തിയതാണ്. ഇത് കണ്ടോ ശരിക്കും അതന്നെയാണ്. സത്യമാണ്. ഞാൻ നമ്മൾ കള്ളം പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കയറ്റിക്കൊണ്ട് കൂടായിക്കൂടെ. അത് ഈ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് ഭയങ്കര രീതിക്ക്, അതായത് ഇപ്പൊ നമ്മൾ പബ്ലിക്കിനെ ഇങ്ങനെ ഒരു സംഭവം കാണിക്കുമ്പോഴത്തേക്കും അത് പബ്ലിക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ എന്താണോ നിങ്ങൾ മുന്നേ കാണിച്ചു വെച്ചിട്ടുള്ളത്, ഇപ്പൊ നിങ്ങൾ മുന്നേ കാണിച്ചു വെച്ചിട്ടുള്ള മറ്റേ ഞങ്ങളിപ്പോ ഡിവോഴ്സ് ആവും, മറ്റേ പൊന്നൂസിന് അവിഹിതമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ സാധനം കടിച്ചിറക്കിയല്ല. അപ്പൊ ഈ സാധനമൊക്കെ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്കും, നിങ്ങളുടെ ഈ ഒരു കാണിക്കൽ കാണുമ്പോഴത്തേക്കും വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. അതായത് പുര കത്തുമ്പോഴത്തേക്കും വാഴ ഒട്ടാൻ വന്നിട്ട് അവൻ എന്തൊക്കെയോ ഇരുന്ന് വിളിച്ച് പറയണ്, ആ ഒരു ആറ്റിറ്റ്യൂഡേ ഉണ്ടാവുള്ളൂ. നമ്മളെ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവര് എന്താ ഇഷ്യൂ നടക്കുന്നുണ്ടായി, നമുക്ക് യാതൊരു ബന്ധമില്ല കൈസാറ്. ഞാൻ അവരായിട്ട് കോൺടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടില്ല, എന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിൽ പൊന്നു സംസാരിക്കാൻ നമ്മൾ വേറെ യാതൊരു ബന്ധമില്ല. അതിൽ നമുക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇതുപോലെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, സുജന അതിനെപ്പറ്റി വല്ലതും അറിയോ, അവരായിട്ട് കോൺടാക്ട് ഉണ്ടോ, എന്താ തമ്മിലുള്ള ഇഷ്യൂ. ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ഇരുന്നിട്ട് ഞാൻ കാണുന്നത്. കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുറെ കമന്റ്സ് എനിക്ക് ഞാൻ വന്ന കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ അതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലൈനൊക്കെ നമ്മളെ അവരോട് ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ള തമ്പലൈനെ കണ്ടു. നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും.
ആ അങ്ങനെയായിരുന്നല്ലേ. എന്റെ പൊന്നോ, ഇതിപ്പോ സുജിൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുമായിരുന്നു? അതായത് ഇവരും എന്ന് പറഞ്ഞ മനുഷ്യരാണ്, അതായത് നമ്മളെ പോലെ തന്നെ പച്ചയും മാംസവും എല്ലാ വികാരങ്ങളുള്ള മനുഷ്യരായിരുന്നെന്ന്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വിചാരിച്ചിരിക്കണമെന്ന് പറഞ്ഞാലേ ഇവര് 24 മണിക്കൂർ, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 24 മണിക്കൂർ അങ്ങോട്ട് ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സുജിനെ നീ മുത്താട മുത്ത്, നീ അത് പറഞ്ഞു തന്നല്ല, നീ അത് ഞങ്ങക്ക് പറഞ്ഞു തന്നല്ല. നമ്മൾ സുജിനെ ഒരു ഉമ്മ കൊടുക്കുക കാണണമെങ്കിൽ. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ലക്ഷങ്ങൾ വരുമാനമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർ അത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു. ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെ കിടക്കണു. എനിക്ക് അവരായിട്ട് യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് അപ്പൊ അവർക്ക് കുറെ നെഗറ്റീവ് എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അയ്യോ നിങ്ങളുടെ അതേ സ്റ്റേജിനകത്താണ് അത്ര അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ പോലെ ഈ നാടകങ്ങളെയും അതേപോലത്തെ പരിപാടിയൊക്കെ കാണിച്ച് വെറുതെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ തട്ടിക്കൂട്ട് മറ്റേ പൊറാട്ട് നാടകം അല്ല അവരുടെ അവിടെ നടക്കുന്നതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അവരുടെ അതെന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും അവരെ ഫിസിക്കലി അവർക്ക് അത്രയും അവരിപ്പോ കാണിച്ചൊക്കെ തരുന്നുണ്ട്. അവര് എന്തൊക്കെയാണ് ഇപ്പൊ അവർക്ക് സംഭവിച്ചത്, അവിടെ പൊട്ടിയതും അതേപോലെ പൊട്ടിയതൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ കരഞ്ഞു വിളിച്ചിട്ട് ആ സമയത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങളുടെ പോലെ അവർക്ക് അവിഹിതമാണെന്ന് തോന്നുന്നു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ആ പരിപാടി അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഇത്തിരിയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത്. എന്നിട്ട് അതും ഇതിനെ പറ്റി അങ്ങ് കമ്പയർ ചെയ്യാനാണ്. എനിക്ക് കുറെ കമന്റ്സ് വന്നു, അതുപോലെ തമ്പലൈന് കണ്ടു ഞാൻ. പിന്നെ ഞാൻ നമ്മൾ ഇവിടെ ഇന്നലെ കമന്റ്സ് കണ്ടു 2-3 കമന്റ്സ് ആ കമന്റ്സിന് ലൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാനല് അവർ മറ്റേ കണ്ണട അവൻ കൊച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണ് മറ്റേ എനിക്ക് പേരറിയില്ല, അവരെ പ്രവീൺ പ്രണവ് എന്ന് അറിയുന്നതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീടിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ പോകണം, അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കണം. ഇപ്പൊ പൊന്നൂസ് പറഞ്ഞു കേട്ടോ വീഡിയോസ് വരുന്നുണ്ട് നമ്മളെ പോലെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ മറ്റേ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലോ വിചാരിച്ചു. പിന്നെ തോന്നി കണ്ട കുഴപ്പമില്ല, അതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണേ. നമ്മളെ വെറുതെ വലിച്ചു അതിന്റെ കൂടെ മാത്രം, അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലകേറ്റി നടക്കുന്ന ഒരാളാണ്. അത് പിന്നെ നിന്റെ സ്വഭാവം അതായതുകൊണ്ട്, നിങ്ങളുടെ സ്വഭാവം അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കാനുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന് എല്ലാം കാണുന്ന എല്ലാവർക്കും. അതായത് ഇപ്പൊ ചോറിനാണ് എല്ലാവർക്കും മനസ്സിലാവും ഇത് എന്താ അവിടെ നടക്കണേന്നുള്ളത്. അപ്പൊ ആ കാര്യം ഇനി എടുത്ത് പറഞ്ഞിട്ട് വേണ്ട അറിയാൻ, അത് ജസ്റ്റ് ഫോർ എ മെൻഷൻ പറയാനാണ്. എടുത്ത് പറഞ്ഞിട്ട് വേണ്ട അറിയാൻ നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. അപ്പൊ നിങ്ങളിപ്പോ ഈ കാണിച്ചിട്ടിരിക്കുന്നതാണെങ്കിലും അപ്പൊ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് തമ്മിൽ ഇറക്കുന്നു, എന്തൊക്കെയാണ് മല്ലു ഫാമിലി ഓഫ് എന്ത് ചെയ്യാനുള്ള ഇത്രയും ഫേമസ് ആക്കി കൊടുക്കില്ലേ? ഞങ്ങളെ ഒന്ന് ഇത്രയും പാവത്തുങ്ങൾക്ക് ഇത്രയും മറ്റേ വൈറാലിറ്റി ഒന്നും കൊടുക്കരുതെന്ന് പറയുന്ന പോലെയാണ് മല്ലു ഫാമിലി വന്നിട്ട് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ തമ്മിലിൽ ഫോട്ടോ വെക്കുന്നത്? ഇതൊക്കെ മോശമല്ലേ? ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഇനി ആരും ഫോട്ടോ വെക്കാണ്ടിരിക്കട്ടെ, ദൈവത്തെ ഓർത്ത് നമ്മുടെ മല്ലു ഫാമിലിയുടെ ഫോട്ടോ ഒന്നും തമ്മിലിനകത്ത് വെക്കാണ്ടിരിക്കുക. കാര്യം അവർക്ക് അത്രയും ഹേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അതുവഴി റീച്ച് കിട്ടുക എന്നുള്ളതിനകത്തുള്ള സന്തോഷം ഒന്നും ഉള്ളിനകത്തില്ലാട്ടാ. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂർ പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാ മുടി എന്ന് പറയാ ഇവരെന്തെങ്കിലും കാട്ടിയാ. ഇപ്പൊ നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിനടിയിൽ കമന്റ്സ് തന്നെ ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ കോലം കെട്ടുന്നത്? അപ്പൊ എന്താണ് അതെന്താണ് എനിക്കറിയത്തെ. ഇപ്പൊ അവരുടെ അവിടെ ചാനലിൽ പ്രശ്നം അത് ഞങ്ങളടുത്ത് വന്നിട്ട് പറയണു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കണോ. അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ
ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും അത് അവർ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടല്ലേ, അതിന് കാരണക്കാരാണ് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോൾ നിങ്ങൾ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അയാൾ മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അതിന് കാരണം നിങ്ങളും കൂടിയാണ്. എന്താളേ ഈ നാട്ടുകാരും അതേപോലെ ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശേ നിങ്ങളൊന്നും ഇങ്ങനെ ആർക്കും ഇത്രയും ഗതികെട്ടൊരു അവസ്ഥ കൊടുക്കരുത് കേട്ടോ. ഫാമിലി വ്ളോഗേഴ്സ് പാവങ്ങള്, കാര്യം അവരുടെ വീട്ടിനകത്തുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് അതുവഴി ജീവിക്കുന്ന, അതായത് വീട്ടുകാരുടെ ആ ഒരു വീട് വിറ്റ് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ്. അങ്ങനത്തെ പാവപ്പെട്ട അത്രയ്ക്കും ദാരിദ്ര്യാവസ്ഥയിനകത്തിരിക്കുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. കാര്യം അവരുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ ചോദിക്കരുത് നിങ്ങളുടെ വീട്ടിൽ എന്താണ് പ്രശ്നം. അല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഏതാണ്ട് അവരെ വീട്ടിനകത്ത് കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് വേറെ ആരാണ്ട് ക്യാമറ വെച്ചിട്ട് ഒളിക്യാമറ പകർത്തിയിട്ട് അത് ചോദിക്കുന്ന പോലെയാണ് ഇവരുടെ വർത്താനം കേട്ടാ തോന്നണത്. അപ്പൊ എന്തൊക്കെയാണ് വന്നിട്ട് പറയണത്. അതേപോലെ നിങ്ങളെ പോലെയാണ് അവര്. അപ്പൊ ആ ഒരു തക്കം കിട്ടിയപ്പോഴത്തേക്ക് അതേപോലെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞത് മല്ലു ഫാമിലിയാണ്. കേട്ടാ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞത് മല്ലു ഫാമിലിയാണ്. അപ്പൊ അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മല്ലു ഫാമിലിനകത്ത് സുജിനും പൊന്നൂസും കൂടെ വന്നിട്ട് പറയുന്നത്. ഇവര് എന്താണ് പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവർ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയി. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വിഷയം നടക്കണേണ്. അപ്പൊ അതിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 4 ആൾ അറിയും. അപ്പൊ ആ ഒരു അവസ്ഥേനകത്ത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പോയി എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇവര് മറ്റവരുടെ, അതായത് ഞങ്ങളുടെ ഫോട്ടോ തമ്മിലിനകത്ത് ഇട്ടതിന്റെ അതോ അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുള്ളത് ഇവരുടെ ഈ ഒരു സംഭവം കണ്ടിട്ട്. അപ്പൊ വെറുതെ അതായത് എന്തൊക്കെയോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മളും കയറി അതിനകത്തൊക്കെ ഇടപെട്ടേക്കാം. അപ്പൊ ആരെങ്കിലൊക്കെ ഇതേപോലെ നമ്മളെ പറ്റി പറയുമല്ലോ, 4 ആൾ പറഞ്ഞാൽ അത്രമായി എന്നല്ലേ അതിന്റെ ഒരു ഇതങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് അത്രയോട് ഇതൊക്കെ കണ്ടിട്ട് പറയാനുള്ളത്. പിന്നെ അവിടെ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതേപോലത്തെ ഈ ആപ്പൂപ്പ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതെന്തായാലും അവിടെ നടക്കട്ടെ. അപ്പൊ ഇത് ഈ വഴിക്ക് വേറെ പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. അപ്പൊ നിങ്ങളപ്പോ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.